നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 ആണ്ടിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വർഷഫലത്തെ പറഞ്ഞു. ഇന്നത്തെ വീഡിയോ അതിന്റെ തുടർച്ചയാണ്. ഇപ്പോൾ നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം നോക്കാം. ആദ്യമായി നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള പൊതു സ്വഭാവത്തെ ഒന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം ഫലത്തെ പറയാം. ധനവാൻ ദാതാശൂരോ, വിദേശവാൻ നിർഘണശ്ച ധർമ്മിഷ്ഠ, ആനൃതികോ വാചാടോ, വസുഫേ തൗര്യ തൃഗപ്രിയ ശ്രീമാൻ. അതായത് അവിട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സമ്പത്തും ഔദാര്യവും ശൂരതയും അന്യദേശവാസവും നിർദ്ദയത്വവും ഉള്ളവരായിട്ടും ധർമ്മിഷ്ഠരായിട്ടും അസത്യപരനായിട്ടും വളരെ പറയുന്നവരായിട്ടും നൃത്ത സംഗീത വാദ്യങ്ങളിൽ പ്രിയമുള്ളവരായും ശ്രീമാനായും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് കൊല്ലവർഷം 1201 ആണ്ട് അവിട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. മകരക്കൂറിലും കുംഭക്കൂറിലുമായിട്ട് വരുന്ന മുറി നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. ആദ്യത്തെ 2 പാദങ്ങൾ മകരക്കൂറിലാണ്, 3ഉം 4ഉം പാദങ്ങൾ കുംഭക്കൂറിലാണ്. മകരക്കൂറിനെ സംബന്ധിച്ച് സമ്മിശ്ര ഫലങ്ങളാവും ഉണ്ടാകുക. എന്നാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാം. മകരക്കൂറുകാർക്ക് വ്യാഴം 6ലും 7ലുമായിട്ടാണ് വരുന്നത്. രാഹു 2ലും ശനി 3ലും കേതു 8ലുമായിട്ടാണ് വരുന്നത്. എന്നാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 5ലും ശനി 2ലും കേതു 7ലും രാഹു ജന്മരാശിയിലുമാണ്. ഉദ്യോഗ കയറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് വർഷത്തിന്റെ അവസാന ഭാഗം വരെ കാത്തിരിക്കേണ്ട അവസ്ഥ വന്നേക്കാം. ഇഷ്ടദിക്കിലേക്കൊക്കെ സ്ഥലമാറ്റം വാങ്ങുന്നതിന് തടസ്സങ്ങൾ വന്നു എന്നും വരാം. പൊതുവെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായേക്കാം. ആലസ്യം പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ അവിട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. പെട്ടെന്ന് മനസ്സ് തളർച്ചയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ആരോഗ്യത്തിന് പ്രശ്നമുണ്ട് എന്നുള്ള തോന്നൽ പിടിപെടാനുള്ള മാനസികാവസ്ഥയിലെത്താം. ഊഹക്കച്ചവടത്തിലൊക്കെ ഇടപെടാതിരിക്കുക, അതൊക്കെ ധനനഷ്ടത്തിന് സാഹചര്യം ഉണ്ടാക്കിയേക്കാം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ കുടുംബത്തിന്റെ പിന്തുണ കിട്ടുന്ന സമയമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഉറച്ചു നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. തൊഴിലിൽ പ്രമോഷൻ, വേതന വർധനവ് ഇവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒട്ടൊക്കെ ഒന്ന് നിയന്ത്രിതമാകുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളില്ലാത്ത അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യം കൈവരുന്നതാണ്. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ പൊതുവെ മെച്ചപ്പെടുന്നതാണ്. അവിട്ട നക്ഷത്രക്കാരെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. 2 ഭാഗങ്ങളായിട്ടാണ് വീഡിയോ. അവിട്ട നക്ഷത്രക്കാരെ കുറിച്ച് സമ്പൂർണ്ണ അറിവ് ആ വീഡിയോയിൽ തരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.